ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ ഇവിടുന്നൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രാഷ്ട്രീയ കണ്ടുപിടിപ്പുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ അടുത്ത ഫീച്ചറാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശം. അതൊരു ഫീച്ചറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അധികം ഭരണഘടനയിലൊന്നും ഇത് കാണുന്നതല്ല എന്ന് മാത്രമല്ല നമ്മൾ ഭരണഘടനയെ മികച്ചതാക്കണം അല്ലെങ്കിൽ അത് ഇത്രയും കാലം നിലനിൽക്കാനൊക്കെ കാരണമായിട്ട് അല്ലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലൊക്കെ നിലനിൽക്കാനുള്ള ഒരു കാരണം ഈ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെ മൗലികാവകാശങ്ങൾ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കാര്യം തന്നെ പറയാം. ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രത്യേകത അത്രയ്ക്കുണ്ട്. ആ ഫണ്ടമെന്റൽ റൈറ്റാണ് ഇപ്പൊ നമുക്ക് ഭരണഘടന നിലവിലുള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, നമ്മൾ പിന്നെ പറയും. അപ്പം നമ്മുടെ ഭരണഘടനയിലെ ഒരു മെയിൻ ഫീച്ചറാണ് മൗലിക അവകാശങ്ങൾ ഉണ്ടെന്നുള്ളത്. 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പഠിച്ചു കിട്ടും. അടുത്തായിട്ട് നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും തോറും എങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യം ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെ ജനങ്ങളെ ഭരിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ എന്തൊക്കെ അവകാശങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സൗകര്യങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും നമ്മുടെ രാജ്യം ഏത് വഴിക്ക് ഏത് പാത തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ളത് അതിന് വഴികാട്ടിയാവുന്ന ഒരു മാർഗദർശകമാണ് ഈ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വഴി കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പാത കാണിക്കാനുള്ള ഒരു അർത്ഥം. അങ്ങനെ ആ ഡയറക്റ്റ് ചെയ്യുന്ന ആ പാത കാണിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെ ആശയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്നത്. മാർഗനിർദ്ദേശക തത്വം ഇതും നമ്മുടെ ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അധികം ഭരണഘടനയെ കാണുന്നതുമല്ല ഇങ്ങനെയൊന്നും. സാധാരണ ഭരണഘടനയെ കാണുന്നത് ഇപ്പോഴെന്താണ്, ഇങ്ങനെ ജനങ്ങളെ ഭരിക്കണം, ജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, ഇങ്ങനെയുള്ളതൊക്കെയാണ് ചില ഭരണഘടനയിലൊക്കെ കാണുന്നത്. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്, നമ്മുടെ ജനങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളും സൗകര്യങ്ങളും വേണം, ഇങ്ങനെയുള്ളതൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, 1950 നിലവിൽ വന്ന ഭരണഘടന അന്ന് തന്നെ അവര് മുൻകൂട്ടി കണ്ടിരുന്നു നമ്മുടെ രാജ്യം എന്തായിരിക്കണം. നമ്മുടെ ഇപ്പൊ 75 വർഷത്തിന് ശേഷം ഈ 2025-ലും അന്ന് തയ്യാറാക്കി വെച്ച ഈ നിർദ്ദേശ തത്വങ്ങളെ പിന്തുടർന്ന് തന്നെയാണ് മുന്നോട്ട് വന്നത്. അപ്പം അത്രയേറെ വിഷണറിയാണ് അല്ലെങ്കിൽ അത്രയേറെ ദർശനമുള്ളവരാണ് നമ്മുടെ ഈ ഭരണഘടന ഉണ്ടാക്കിയത്. അതിന്റെ മേന്മ നമ്മുടെ ഭരണഘടന കാണുന്നുണ്ട്. അടുത്തായിട്ടുള്ള ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താ നമ്മൾ പറഞ്ഞു, മൗലിക അവകാശങ്ങളാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം അല്ലെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഇവിടുത്തെ പൗരർക്ക് ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കും അല്ലെങ്കിൽ എന്തൊക്കെ അവകാശങ്ങൾ ജനങ്ങൾക്കുണ്ട്, ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റുകൾ, അവകാശങ്ങൾ, മൗലിക അവകാശങ്ങളെ കാണുന്നത്. ഇതിപ്പോ ആളുകൾ ഇങ്ങോട്ട് സ്വീകരിച്ചാൽ മാത്രം പോകില്ല, അവര് രാജ്യത്തിന് തിരിച്ചെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പൗരന്റെ കടമകളെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ പൗരന്റെ കടമകളെ ലിസ്റ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത്. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്, എല്ലാ ഭരണഘടനയിലും ഇത് കാണപ്പെടുന്നതല്ല. അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ മറ്റൊരു മെയിൻ ഫീച്ചറാണ്. ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് ആയിക്കോട്ടെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് കുറച്ചുകൂടി പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അടുത്തതായിട്ട് സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒന്ന് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ രാജ്യം ഒരു മതേതരത്വ രാജ്യമാണെന്ന് നമ്മുടെ ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. മതേതരത്വ രാജ്യമായിരിക്കും ഇന്ത്യയുടേതെന്ന്. അപ്പൊ അങ്ങനെ വ്യക്തതയോടുകൂടി എഴുതുന്ന ഭരണഘടനകളോ അധികം. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്, ആ ഭരണഘടനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മതേതരത്വ രാജ്യമായിരിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഫീച്ചറാണ്. ഈ സെക്യുലർ എന്ന് പറഞ്ഞാൽ സെക്യുലറിസം, മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സെക്യുലറിസം ആണ് അല്ലെങ്കിൽ മതേതരത്വമാണ് നമ്മുടെ ഇന്ത്യയിൽ പിന്തുടർന്ന് പോരുന്നു എന്നൊക്കെ പ്രിയാമ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ കാണാൻ പറ്റും. പ്രിയാമ്പിൾ ഇരുന്ന കോഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം
അത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തതായിട്ട് നമ്മുടെ ഭരണഘടനയിലെ ഒരു മെയിൻ ഫീച്ചറാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അതായത് പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രായപൂർത്തിയാവുന്ന എല്ലാവർക്കും, അതവര് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, അവര് സമ്പന്നനോ പാവപ്പെട്ടവനോ ആയിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെയുള്ളവരും ആയിക്കോട്ടെ, പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉള്ളത്. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ആദ്യം വന്ന് എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. അല്ലെങ്കിൽ 1707 70-കളുടെ 80-കളുടെ അവസാനത്തോടുകൂടി അമേരിക്കയിൽ ഭരണഘടന നിലവിൽ വന്നു. അവിടുത്തെ ആളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റ് ഒക്കെ നിലവിൽ വന്നു. അങ്ങനെ ജനാധിപത്യത്തിന്റെ ഒരു പതിപ്പ് അമേരിക്കയിൽ അന്നത്തെ കാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം തൊട്ട് തന്നെ ഭരണഘടന അമേരിക്കയില് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നിങ്ങൾ ഓർക്കേണ്ടത്, 1920-ലാണ് അമേരിക്കയിലെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയത്. അതായത് ആ രാജ്യം നിലയിൽ അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ വന്ന് ഏതാണ്ട് 130ഓളം വർഷങ്ങൾക്ക് ശേഷമാണ് അവിടുത്തെ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയത്. 1920, അതായത് 100 വർഷത്തിന് ജസ്റ്റ് 100 വർഷത്തിന് മുകളിലായിട്ടുള്ള അമേരിക്കയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത്. അതുപോലെ പല രാജ്യങ്ങളും 1950-കളോട് അടുത്തിട്ടൊക്കെയാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം. നമ്മൾ പറയുന്ന വികസിത രാജ്യമായിട്ടുള്ള സ്വിറ്റ്സർലൻഡ് നടക്കുന്ന രാജ്യങ്ങളുടെ 1970-കളിലൊക്കെ എത്തിയപ്പോഴാണ് അവിടെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത്. കാരണം നമ്മുടെ ഇവിടുത്തെ 18 വയസ്സായിരുന്നു ഇതിന്റെ ഒരു പ്രായം. ആദ്യം 21 വയസ്സായിരുന്നു ഈ പറഞ്ഞ വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത്. പിന്നീട് 1889-ലാണ് ഈ വോട്ട് ചെയ്യുന്ന പ്രായം 18 വയസ്സായിട്ട് കുറച്ചത്. അത് ആ കുറച്ച അമെന്റ്മെന്റിന്റെ ഭരണഘടനാ ഭേദഗതിയുടെ നമ്പർ 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. അത് ഓർത്ത് വെച്ചോളൂ. 1989-ലെ 61 ഭേദഗതി പ്രകാരമാണ് വോട്ട് ചെയ്യേണ്ട പ്രായം 21 18 ആക്കിയത്. അപ്പൊ ഒന്നുകൂടി പറയാം. അതാണ്
ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? അതെങ്കിലും ഒന്ന് പറയാമോ? എവിടം വരെ ക്ലാസ് കേട്ടായിരുന്നു? ഏത് പോയിന്റ് വരെ കേട്ടായിരുന്നു? ഇടയ്ക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും? അതെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് കമന്റ് സെക്ഷൻ എവിടം വരെ കേട്ടു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സ് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭരണഘടനാ സവിശേഷതകളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇതുവരെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യാൻ പെട്ടെന്ന് പറയാം. ഇവയെ പറ്റിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് ഇന്ന് പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റിലെ മൗലികാവകാശങ്ങളെ പറ്റിയാണ്. അപ്പോൾ മൗലികാവകാശം കൊണ്ട് നമ്മുടെ രാജ്യത്ത് പൗരന്മാർക്ക് കിട്ടുന്ന, അല്ലെ നമ്മുടെ രാജ്യം നമ്മുടെ പൗരന്മാർക്കായിട്ട് പൗരന്മാർക്കായിട്ട് ഉറപ്പ് കൊടുക്കേണ്ട കുറച്ച് സംരക്ഷണങ്ങളുണ്ട്. അവയെ പറ്റിയാണ് ഈ മൗലിക അവകാശങ്ങൾ അല്ലെ ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നത്. അടുത്തതായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വം എന്നുള്ളതാണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ സൂചിപ്പിച്ചത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ രാജ്യം അവിടുത്തെ ജനങ്ങൾക്കായിട്ട് എന്തൊക്കെ അവകാശങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഈ മാർഗനിർദ്ദേശ തത്വങ്ങളെ പറ്റി പറയുന്നത്. നിങ്ങൾ പറഞ്ഞു ഇത് 1950 നിലവിൽ വന്ന ഭരണഘടനയാണെങ്കിൽ പോലും ഈ 2025 അന്ന് അവരുണ്ടാക്കി വെച്ച ആ ഒരു മാർഗനിർദ്ദേശ തത്വങ്ങൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്ര വിഷണറി ആയിട്ടുള്ള അല്ലെങ്കിൽ ദർശനങ്ങൾ ഉണ്ടായിരുന്നവരാണ് അവരെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയാണ് മാർഗനിർദ്ദേശ തത്വം. അടുത്തത് മൗലികാവകാശങ്ങളായാലും പറഞ്ഞു ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ പറ്റിയാണ് മൗലികാവകാശം. എന്നാൽ ഈ ജനങ്ങൾ തിരിച്ച് രാജ്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളില്ലെന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ പൗരൻ രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പൗരൻ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്ന് നമ്മുടെ ഭരണഘടനയിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഒരു പ്രത്യേകത. ഫണ്ടമെന്റൽ റൈറ്റ് ആയിക്കോട്ടെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിക്കോട്ടെ, ഈ മതേതരത്വം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയാകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഇവയൊന്നും എല്ലാ ഭരണഘടനയിലും കാണപ്പെടുന്ന ഭാഗങ്ങളല്ല. ഇപ്പം എല്ലാ രാജ്യങ്ങളും മതേതരത്വ രാജ്യമാണെന്നൊന്നും അവരുടെ ഭരണഘടനയിൽ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ രാജ്യം വ്യക്തമായി പറയുന്നു നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മതേതരത്വ രാജ്യമായിരിക്കും. ഇനി ഏത് തരത്തിലുള്ള മതേതരത്വമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് മതേതരത്വമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിലുള്ളത്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആമുഖം അല്ലെ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ ആമുഖം അല്ലെ പ്രിയാമ്പിളിനെ പറ്റി പഠിക്കുമ്പോൾ സൂചിപ്പിക്കാതെ ഉടനെയാണ്. ഇപ്പം നമ്മൾ ഇതിന്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമുഖം പറയുമ്പോൾ അത് സൂചിപ്പിക്കാവുന്നതാണ്. അടുത്തതായിട്ട് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിന്റെ കാര്യം പറഞ്ഞു. എല്ലാവർക്കും പ്രായപൂർത്തിയാകുന്ന എല്ലാവർക്കും വോട്ടവകാശം കൊടുക്കുക എന്നുള്ളത്, അതും നമ്മുടെ രാജ്യം അന്ന് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന കാലത്ത് തന്നെ നമ്മുടെ രാജ്യം ഇവിടുത്തെ എല്ലാ മനുഷ്യർക്കും പ്രായപൂർത്തി വോട്ടവകാശം കൊടുത്തു. എങ്കിലും ഭരണഘടന നിലവിൽ വന്നപ്പോൾ 21 വയസ്സും അതിന് മുകളിലുള്ളവർക്കായിരുന്നു വോട്ടവകാശം ചെയ്യാനുള്ള അവകാശം കൊടുത്തത്. ഇത് 18 വയസ്സാക്കി കുറച്ച്. ഇപ്പം നിങ്ങൾക്കറിയാം 18 വയസ്സെത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്നതാണ്. 18 വയസ്സാക്കി കുറച്ചത് 1989 61 ഭരണഘടന ഭേദഗതി വെച്ചിട്ടാണ്. 1989 ഭരണഘടന ഭേദഗതി വെച്ചിട്ടാണ് വോട്ടവകാശത്തിന്റെ കുറഞ്ഞ പ്രായം 21 നിന്ന് 18 ഇരുപത്തി വെച്ചുള്ള അതിടയ്ക്ക് ചോദ്യത്തിലൊക്കെ വരുന്നത്.
മറ്റൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. നമ്മുടെ രാജ്യത്ത് ഒറ്റ ഒരു പൗരത്വമുള്ളൂ. സംസ്ഥാനങ്ങളെ പ്രത്യേകം പൗരത്വം കൊടുക്കുന്നില്ല, എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. അടുത്തായിട്ട് സ്വതന്ത്രമായ ചില ഏജൻസികൾ, ചില ബോഡീസ് ഉണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. സർക്കാരിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കാനും അതിന്റെ കൃത്യത ഉറപ്പാക്കാനൊക്കെ ആയിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഉണ്ട്. ഇനി അതുപോലെ കേന്ദ്ര സർവീസുകളിലൊക്കെ IAS IPS യോഗ്യരായിട്ടുള്ളവരെ തെരഞ്ഞെടുക്കാനായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ UPSC ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഈ സ്വതന്ത്ര സമരം ചില കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സ്വതന്ത്ര ബോഡികൾ, ഏജൻസികൾ ഉണ്ടെന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതയാണ്. അടുത്തായിട്ട് അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്ത ഫ്രീ ടൈം ഗവൺമെന്റ്, നമ്മുടെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ. ഇത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലായിടത്തും ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല. അങ്ങനെ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ഭരണഘടനയുടെ ഒരു സവിശേഷതയാണ്. അടുത്തത് നമ്മൾ പോകുന്നു സഹകരണ സ്ഥാപനങ്ങളുടെ കാര്യം പോകുന്നു. നമ്മുടെ രാജ്യത്തെ ഭരണഘടന 2011 തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2011 ഭരണഘടനാ ഭേദഗതി പ്രകാരം സഹകരണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയെ കൂട്ടിച്ചേർത്തു. അതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനുള്ള ഒരു മൗലിക അവകാശമായിട്ട് മാറി എന്നുള്ളതാണ്. എന്നോട് പറയാൻ മൗലിക അവകാശമായിട്ട് മാറി. എന്താണ് സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. സഹകരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനുള്ള ഒരു മൗലിക അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ്. അടുത്തായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശ തത്വങ്ങളുടെ കൂടെ പറഞ്ഞു നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ സഹകരണ സ്ഥാപനങ്ങളെ, സഹകരണ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം, ഇവയെ പ്രൊമോട്ട് ചെയ്യണം. ഇത് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ കൂട്ടിച്ചേർക്കും. അടുത്തത് ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഭാഗം തന്നെ ഭരണഘടനയെ കൊണ്ടുവന്നു. അതാണ് പാർട്ട് 9B എന്ന് പറയുന്നത്. ഇത്തരം മാറ്റങ്ങളെല്ലാം 2011 ഭേദഗതി പ്രകാരമാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഇവയെല്ലാം പ്രകാരം നമ്മുടെ രാജ്യം സഹകരണ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. ഇത്രയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളെ പറ്റി പറയുന്നത്. ഇനി അടുത്തായിട്ട് സിലബസിൽ കൊടുത്തേക്കുന്നത് കുറേയേറെ ചോദ്യങ്ങൾ വരുന്നതുമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആമുഖം, ഭരണഘടനയുടെ ആമുഖം. എല്ലാ പുസ്തകത്തിനും ആമുഖങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പേരാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളുടെ എല്ലാം മുമ്പിൽ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പേജുകളിൽ ഈ പറഞ്ഞ പ്രിയാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് വായിക്കാം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. ഇതിൽ ആ കടുത്ത് ബോൾഡ് ചെയ്തിട്ടേക്കുന്ന, കൂടുതൽ കറുപ്പിച്ചിട്ടേക്കുന്ന ഭാഗങ്ങളെല്ലാം പ്രധാനപ്പെട്ടാണ്. നമ്മുടെ പരീക്ഷയിലും ചോദിക്കുന്നതാണ്. പരീക്ഷയിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെയാണ് ആ ബോൾഡ് ചെയ്ത് കൂടുതൽ കറുപ്പിച്ചിട്ടേക്കുന്ന ഭാഗങ്ങൾ. ഇനി ഈ വാക്കുകളിൽ നിന്ന് ശരിക്കും പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ഒരൊറ്റ പേജേ ഉള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ എന്തായാലും വരുന്നതാണ്. അതെന്തായാലും പഠിച്ചു വയ്ക്കാൻ നമുക്ക് എളുപ്പമാണ്. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മാർക്ക് കിട്ടുന്നതാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഈ പ്രിയാമ്പിൾ ഒന്ന് വായിച്ചു നോക്കുക. അതിപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗം തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ PSC ആയാലും ഇത് ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം നിങ്ങളിത് വായിച്ചു നോക്കുക. ഈ പറഞ്ഞ ആമുഖത്തില് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അതിനു മുമ്പ് പൊതുവെ ഭരണഘടനയുടെ ആമുഖങ്ങളെ പറ്റി ഒന്ന് പറയും.
ശരിക്കും ഒരു ആമുഖം ഉണ്ടായിരുന്നു ആദ്യത്തെ ഭരണഘടന. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തന്നെയായിരുന്നു. ഏതാണ്? അമേരിക്കൻ ഭരണഘടന തന്നെയാണ് ആദ്യമായിട്ട് പ്രിയാമ്പിൾ ഉണ്ടെങ്കിൽ ആമുഖം ഉൾപ്പെടുത്തിയത്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടനയെ തന്നെയാണ് ഏറ്റവും ആദ്യമായിട്ട് ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞ ഒരു ഭാഗം കൂട്ടിച്ചേർക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്തിൽ നിന്ന് വന്നതാണെന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ പഠിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു പ്രമേയമാണ് പിന്നീട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയെന്ന് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ ഒന്നുകൂടി ഓർത്തു വെച്ചുകൊള്ളുക. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി 1946 കൂടി. 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു. 1946 ഡിസംബർ 13 ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ചത്. ഇതിനു വേണ്ടിയാണ് നമ്മുടെ ഭരണഘടന ഏത് രീതിയിലുള്ളതായിരിക്കണം എന്നൊക്കെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഈ ഭരണഘടന ഉള്ളതിന്റെ ഒരു ചെറിയ രൂപമായിരുന്നു ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം. എന്തുകൊണ്ടും അത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് ഉൾപ്പെടുത്തിയാലും കറക്റ്റ് ആയിരിക്കില്ല. ആ പ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയായത്. അതുപോലെ ഭരണഘടനയുടെ ചെറിയൊരു ഭാഗം എന്താണ് ഈ ഭരണഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്നതാണ് ഈ ആമുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അല്ലെ പ്രിയമ്പിളായത്. നമ്മുടെ ഭരണഘടന ഒരേ ഒരു തവണ മാത്രമേ ഭരണഘടനയിലെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ, മാറ്റം വരുത്തിയിട്ടുള്ളൂ. അത് 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇന്ന് തന്നെ നമ്മളിപ്പം 3 ഭരണഘടനാ ഭേദഗതിയുടെ കാര്യം പറഞ്ഞു. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇവയെല്ലാം പറയുന്ന വേറെ ക്ലാസ് നമുക്കുണ്ട്. എന്നാൽ ചില സിലബസ് ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഈ ഭേദഗതികളെല്ലാം അമെന്റ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ എന്തായാലും ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം ഒന്ന് വായിച്ചു വെച്ചോളുക. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ആമുഖം ഒരേ ഒരു തവണ മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇത് പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം. ഇതില് 3 ഭാഗങ്ങൾ ആഡ് ചെയ്തത് 1976 അതായത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. അത് എവിടെയൊക്കെയാണ് കിടക്കുന്നത്? ഏറ്റവും മുകളിൽ കാണുന്നതിൽ സോവറിൻ പെപ്പർ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതും അതോടൊപ്പം സോഷ്യലിസ്റ്റ്, സെക്യുലർ, പിന്നെ ഏറ്റവും താഴെയായിട്ട് യൂണിറ്റി, ഫ്രറ്റേണിറ്റിയുടെ കൂടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ ഒരു വാക്ക് ചേർത്തിട്ടുള്ളത്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്കിലും ഒന്നുകൂടി പറയാം. 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ആമുഖം ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഒരേ ഒരു തവണ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇത് പ്രകാരം 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു: സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഇത് എവിടെയൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാം. ഇതിൽ ഈ പറഞ്ഞ ഒന്നുകൂടി ഒപ്പിച്ചത് ആമുഖം ഏറ്റവും ആദ്യം ഉൾപ്പെടുത്തിയ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം നെഹ്റു അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ നിന്നാണ് ഉണ്ടായത്. ആ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ ആയത്. നമ്മുടെ ആമുഖം ഒരേ ഒരു തവണ മാറ്റം വരുത്തിയിട്ടുള്ളത്, ഭേദഗതി ചെയ്തിട്ടുള്ളത് 1976 42ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഇത് പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഇനി നമ്മുടെ ഈ ഭരണഘടനയുടെ ആമുഖം ഇതാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ഘടിപ്പിച്ചിട്ടേക്കുന്ന വാക്ക് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതായത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? നമ്മൾ തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തെ ഭരണഘടന തയ്യാറാക്കിയത് എന്നുള്ളതാണ് ആദ്യത്തെ അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു ആൾക്കാർ കൂട്ടിച്ചേർന്ന് ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ കുറേയേറെ രാഷ്ട്രീയക്കാരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഭരണഘടന അല്ലേ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ളവർ തയ്യാറാക്കിയ ഭരണഘടനയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ രാജ്യത്തെ ജനങ്ങളുടെ അതോറിറ്റി അല്ലെ പവറാണ്
അതിൽ നിന്നാണ് ഈ പറഞ്ഞ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ഇത് നമ്മുടെ രാജ്യം എങ്ങനെയുള്ള രാജ്യമായിരിക്കും എന്നാണ് ഈ ഭരണഘടന പ്രകാരം പറയുന്നതെന്നാണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മുടെ രാജ്യം സോവറിൻ ആയിരിക്കും, സോഷ്യലിസ്റ്റ് ആയിരിക്കും, സെക്യുലർ ആയിരിക്കും, ഡെമോക്രാറ്റിക് ആയിരിക്കും, റിപ്പബ്ലിക് ആയിരിക്കും. ഈ വാക്കുകളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത് പറയാം. എങ്കിലും നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളാണ് ഈ കൊടുത്തേക്കുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇതേ പറ്റിയെല്ലാം പറയാം. എങ്കിലും നമ്മുടെ രാജ്യം ഏത് രീതിയിലായിരിക്കണം, നമ്മുടെ രാജ്യം എത്തരത്തിലുള്ള ഒരു രാജ്യമായിരിക്കും എന്നൊക്കെ ഈ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു സോവറിനായിട്ടുള്ള രാജ്യമായിരിക്കും, അതായത് പരമാധികാര രാജ്യമായിരിക്കും. പരമാധികാരം എന്താണെന്ന് പറയാം. അടുത്തത് നമ്മുടെ രാജ്യം ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരിക്കും. സോഷ്യലിസ്റ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്തത് നമ്മുടെ രാജ്യം ഒരു സെക്യുലർ രാജ്യമായിരിക്കും, മതേതരത്വ രാജ്യമായിരിക്കും. അടുത്ത് പറയുന്നത് നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിരിക്കും, ജനാധിപത്യമുള്ള രാജ്യമായിരിക്കും. അടുത്തത് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക് ആയിരിക്കും. ഇതെല്ലാം അപ്പം നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കുമെന്ന് ഈ ആമുഖത്തിൽ പറയുന്നു. അടുത്തായിട്ട് ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കും എന്നാണ് മറ്റൊന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതാണ് അതിന്റെ താഴെ ഒരു 4 പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞു ഇതാരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇന്ത്യയെ എങ്ങനത്തെ രാജ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, ഇങ്ങനെ ഒരു രാജ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ വിഭാവനം ചെയ്ത് ഇന്ത്യ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി, അതിന്റെ താഴെ ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി സമത്വം, ഫ്രറ്റേണിറ്റി സാഹോദര്യം, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യമാണെന്നാണ് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഭരണഘടനയെ കാണുന്ന ഒരേ ഒരു ഡേറ്റ്, അവൻ എപ്പോഴും PSC പരീക്ഷയിലൊക്കെ കാണുന്നതാണ്. നമ്മുടെ ഭരണഘടനയെ കാണുന്ന ഒരേ ഒരു ഡേറ്റ് അല്ലെങ്കിൽ എന്നാണ് ഇത് ഭരണഘടന നമ്മളെ സമിതി അംഗീകരിച്ചെന്നുള്ള ആ ഒരു ഡേറ്റ് ഇതിനകത്ത് കാണാൻ സാധിക്കും. 26 നവംബർ 1949. 1949 നവംബർ 26 എന്ന് പറഞ്ഞ ഒരു തീയതിയിൽ ഞങ്ങൾ ഇത് സ്വീകരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ഇത് സ്വീകരിക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യക്കാർക്കായി ഉണ്ടാക്കിയ ഈ ഭരണഘടന നമ്മൾ സ്വീകരിക്കുന്നു. നമ്മളതിന് പാസ്സാക്കുന്നു. ആ ഒരു രീതിയിലാണ് പറയുന്നത്. ആ ഡേറ്റ് എന്നാണ് 1949 നവംബർ 26. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൂടി പറയാം. ഇവിടെ ഈ ഭരണഘടന ആരാണ് തയ്യാറാക്കുന്നത്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ ഭരണഘടന തയ്യാറാക്കി നമുക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുന്നത്. അപ്പം ജനങ്ങളിൽ നിന്നാണ് ഈ ഭരണഘടന രൂപീകൃതമായിട്ടുള്ളത്. അല്ലാതെ ഒരു കൂട്ടം അഡ്വക്കേറ്റുകൾ, നിയമജ്ഞരിൽ നിന്നോ അല്ലാതെ രാഷ്ട്രീയക്കാരിൽ നിന്നോ അല്ല. നമ്മൾ ഇന്ത്യക്കാർ തന്നെ നമുക്ക് വേണ്ടി തയ്യാറാക്കിയാണ് ഈ ഭരണഘടന. അടുത്തതായിട്ട് ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരിക്കും? സോവറിൻ ആയിരിക്കും, സോഷ്യലിസ്റ്റ് ആയിരിക്കും, സെക്യുലർ ആയിരിക്കും, ഡെമോക്രാറ്റിക് ആയിരിക്കും, റിപ്പബ്ലിക്കൻ ആയിരിക്കും. ഈ വാക്കുകൾ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത് നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും? ജസ്റ്റിസ് നീതി, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, ഇവയെപ്പറ്റി നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. ഇനി എന്നാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത്? അതാണ് നവംബർ 26, 1949. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആ ഭരണഘടന ആമുഖത്തിന്റെ ഈ ഒരൊറ്റ പേജ് വായിച്ചാൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇത്രയും അറിവുകൾ, ഇൻഫർമേഷൻ കിട്ടാം. അതുകൊണ്ട് തന്നെ UPSC ചോദിക്കുന്നതാണ്. അപ്പൊ ഈ പോയിന്റുകൾ ഓർത്തു വെച്ചോളുക. ഇനി അടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മുടെ ആമുഖമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യം ഇതാണ്. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. അടുത്തത് സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളുക. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. അടുത്തത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്.
അടുത്തത് സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. വേണമെങ്കിൽ ഇത്രയും ഒന്നുകൂടി നോക്കിക്കോളൂ. നമുക്ക് നോക്കാം ഇതിലെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ വി ദ പീപ്പിൾ ഓഫ് ഭാരത് എന്നല്ല തുടങ്ങുന്നത്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയുമാണ്. ഇത് രണ്ടും കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിൽ നമ്മൾ എത്തില്ല. കാരണം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായാൽ തന്നെ ബാക്കി സി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. രണ്ടും മൂന്നുമാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാവും. ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നതാണ്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി, അതാണ് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ജസ്റ്റിസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നീതിയുടെ. ആ നീതി ഏതൊക്കെ തരത്തിലുള്ള നീതിയാണ് കൊടുക്കുന്നത് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ, സാമൂഹികം, എക്കണോമിക് സാമ്പത്തികം, പൊളിറ്റിക്കൽ രാഷ്ട്രീയ, ഇത്തരത്തിലുള്ള നീതി കൊടുക്കുന്നു നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികമായിട്ടുള്ള നീതി കൊടുക്കുമെന്ന് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഉത്തരം സി ഓപ്ഷനാണ് വരുന്നത്. ഓൺലി 2.5 വരുന്നത്. ഇനി ഇതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. What was the exact constitutional status of the Indian Republic on 26 January 1950? നമ്മൾ പറഞ്ഞു ഭരണഘടന അംഗീകരിച്ചത് നവംബർ 26, 1949 ഭരണഘടന നിലയിൽ വന്നത് 1950 ജനുവരി 26. നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്ന ജനുവരി 26, 1950 ഭരണഘടന നിലയിൽ വന്നത്. ഈ ഭരണഘടന നിലയിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യം എന്ത് രാജ്യമാണ് പറഞ്ഞിരുന്നതെന്നാണ് ചോദ്യം. ഈ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വെച്ച് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു കുറച്ച് വാക്കുകൾ 1976 കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഈ വാക്കുകൾ ഭരണഘടന നിലയിൽ വന്ന സമയത്ത് 1950 നമ്മുടെ ആമുഖത്തിന്റെ ഭാഗം അല്ലായിരുന്നു. അത് ഏതൊക്കെ വാക്കുകളാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ വാക്കുകൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഭാഗം അല്ലായിരുന്നു 1950 ഇത് നിലയിൽ വന്നപ്പോൾ. ഓർത്ത് വെച്ചുള്ള സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ തേർഡ് പോയിന്റ് അവർ കൊടുത്തേക്കുന്നത് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഈ മൂന്ന് വാക്കുകൾ 1976 കൂട്ടിച്ചേർത്ത് 42ാമത്തെ ഭേദഗതി പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് വാക്കുകൾ 1950 ഉണ്ടായിട്ടില്ല. 1950 ഭരണഘടന നിലയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മളൊന്ന് നോക്കി വെച്ചു. സോവറിൻ 1976 കൂട്ടിച്ചേർത്ത വാക്കുകൾ ഒന്നുകൂടി പറയാം. സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഇന്റഗ്രിറ്റി. ഈ മൂന്ന് വാക്കുകളുള്ള ഓപ്ഷൻ ഇതിലേതെങ്കിലും ഉണ്ട്. നമുക്ക് അതല്ല എന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്തു പോകാം. കാരണം ആ മൂന്ന് ഓപ്ഷൻ 1976 മാത്രമാണ് വന്നത്. അത് പ്രകാരമാണ് ഒന്നാമത്തെ ഓപ്ഷൻ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ. സോഷ്യലിസ്റ്റ്, സെക്യുലർ 1976 കൂട്ടിച്ചേർത്തത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല ശരി ഉത്തരം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എ സോവറിൻ, സെക്യുലർ, ഡെമോക്രാറ്റിക്. ഇതിന് സെക്യുലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സെക്യുലർ കൂട്ടിച്ചേർത്ത് 1976 മാത്രമാണ്. അടുത്തത് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അടുത്തത് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന് മാത്രമല്ലായിരുന്നു 1950 ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി ഈ മൂന്ന് വാക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു ഇന്ത്യ എന്നാണ് അന്ന് പറഞ്ഞിരുന്നതെന്നാണ്. ചോദ്യത്തിന്റെ അർത്ഥം കൂടി പറയാം. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യം എന്ത് ടൈപ്പ് രാജ്യം എന്നാണ് ഭരണഘടന പറഞ്ഞിരുന്നതെന്നാണ് ചോദ്യം. നമ്മുടെ രാജ്യം എങ്ങനത്തെ രാജ്യമെന്ന് പറയുന്ന വാക്കുകളാണ് ഈ കൊടുത്തേക്കുന്നത്. നമ്മൾ പറഞ്ഞു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതിലെ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന് പറഞ്ഞ വാക്കുകൾ 1976 മാത്രമാണ് ആഡ് ചെയ്തത്. അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ശരിയായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് എ സോവറിൻ
ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ നിന്ന് ഈ ഓപ്ഷൻ ആയിരിക്കും ശരി. ഇത് അടുത്തൊരു ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇവയിൽ ഏതാണ് ഭാഗമല്ലാത്തത് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ് ചോദ്യം. നിങ്ങൾ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ കീവേഡ്സ് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ഭരണഘടനയുടെ ആമുഖത്തിൽ ഇതിൽ ഏത് ദിവസമാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് നമ്മൾ പറഞ്ഞാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ ഒറ്റ ഡേറ്റേ കൊടുത്തിട്ടുള്ളൂ. അതേതാണ്? 1949 ജനുവരി 20 നവംബർ 26 അപ്പം 26th day of 1949 നവംബർ ആണ്. നവംബറിയുടെ ഓപ്ഷൻസ് മാസം കൊടുത്തിട്ടില്ല എങ്കിൽ പോലും 26th day of 1949 നവംബറിലാണ്. നവംബർ 26 1949 ഈ ഭരണഘടന അംഗീകരിച്ചത്. ആ ഡേറ്റ് മാത്രമേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ചോദ്യമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരേ ഒരു തീയതി ഏതാണ്? അപ്പോൾ ഓർത്തിച്ചുള്ള നവംബർ 26 1949. നവംബർ 26 1949. ഇനി നമ്മുടെ ഭരണഘടനയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളാണ്. നിങ്ങൾ ആമുഖം വായിച്ചപ്പോൾ കണ്ട വാക്കുകൾ തന്നെയാണ്. ഇനി എന്താണ് ഈ വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് നമുക്ക് പറയേണ്ടത്. ഒന്നാമതായിട്ട് സോവറിൻ എന്ന് പറഞ്ഞ വാക്കാണ്. ഇന്ത്യ ഒരു സോവറിൻ രാജ്യമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോവറിൻ എന്ന വാക്കിന്റെ അർത്ഥം പരമാധികാരം എന്നാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പരമാധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കും. ഇന്ത്യയുടെ മുകളിൽ മറ്റൊരു രാജ്യമോ മറ്റൊരു ശക്തിയോ ഉണ്ടായിരിക്കില്ല എന്നാണ് ഈ പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോവറിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കും. ഇന്ത്യയുടെ മുകളിൽ മറ്റൊരു രാജ്യമോ മറ്റൊരു ശക്തിയോ ഒന്നും ഉണ്ടായിരിക്കും. ഇതിന്റെ അർത്ഥം വരുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മള് നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ, അതായത് മോഡേൺ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ, ആധുനിക ഇന്ത്യ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പറയാം. എങ്കിലും 1940-കളിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ളവർ, നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാം സ്വാതന്ത്ര്യത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം ബ്രിട്ടീഷുകാർ പറഞ്ഞു എന്താണ്, നിങ്ങൾക്ക് പൊത്തുക രാജ്യ പദവി അല്ലെങ്കിൽ ഡൊമിനിയൻ പദവി തരാമെന്ന് പറഞ്ഞു. പൊത്തുക രാജ്യ പദവി അല്ലെങ്കിൽ ഡൊമിനിയൻ പദവി തരാമെന്ന് പറഞ്ഞു. ഡൊമിനിയൻ പദവി അല്ലെങ്കിൽ പൊത്തുക രാജ്യ പദവി എന്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് രാജ്ഞി എപ്പോഴും മുകളിലുണ്ടാവും. ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലുള്ള ഇന്ത്യക്ക് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടായിരിക്കും. ഇന്ത്യയെ ഭരിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയായിരിക്കും. പക്ഷെ ഏറ്റവും മുകളിൽ ഈ ബ്രിട്ടീഷ് രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ ആ ഒരു അധികാരം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഡൊമിനിയൻ പദവി അല്ലെങ്കിൽ പൊത്തുക രാജ്യ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തരത്തിൽപ്പെട്ടാണ് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ, ഇംഗ്ലണ്ട് ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഒരു ആ രാജ്യത്തിന് കീഴിൽ ഉള്ള ഒരു രാജ്യം എന്നുള്ള ഒരു അർത്ഥത്തെയാണ് ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യം സ്വതന്ത്രമാണ്. നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയായിരിക്കും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും ബ്രിട്ടീഷ് രാജ്യത്തിന്റെ രാജാവ് നമ്മുടെ രാജ്യത്തിന് മുകളിൽ ഒരു അധികാര കേന്ദ്രമായിട്ട് ഉണ്ടായിരിക്കും. ഇതാണ് ഡൊമിനിയൻ പദവി അല്ലെങ്കിൽ പൊത്തുക പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അന്ന് തന്നെ നമ്മുടെ നേതാക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഡൊമിനിയൻ പദവിയല്ല വേണ്ടത്, ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണ് വേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണഘടന എന്തുവാണ്? നമ്മൾ ഒരു പരമാധികാര രാജ്യമായിരിക്കും, സോവറിൻ രാജ്യമായിരിക്കും. നമ്മുടെ രാജ്യത്തിനോട് മറ്റൊന്നും ഉണ്ടായിരിക്കില്ല, മറ്റൊരു രാജ്യവും നമ്മുടെ മുകളിൽ ഉണ്ടായിരിക്കില്ല, മറ്റൊരു ശക്തിയും നമ്മുടെ മുകളിൽ ഉണ്ടായിരിക്കില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ മറ്റാരെയും നോക്കേണ്ടതുണ്ട്, നമുക്ക് നമ്മുടെ അധികാരങ്ങളുണ്ട്. ആ ഒരു രീതിയിലാണ് ഈ സോവറിൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പം മറ്റൊരു എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മറ്റൊരു രാജ്യത്തോട് ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ അനുമതി തേടുക ഒന്നും വേണ്ട. ഈ ഒരവസ്ഥ. പക്ഷെ
ഒരു സംശയം വരുന്നത് നമ്മുടെ രാജ്യം ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ ഐക്യരാഷ്ട്രസഭ UNOയുടെ ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഘടന കൂടിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾ പറയേണ്ടി കേൾക്കേണ്ടി വരുമോ? ഇല്ല. എപ്പോഴും ഈ സംഘടനയിലൊക്കെ ഉൾപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുന്നത് കേൾക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ സംഘടന കൂടി എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ വരുന്നുള്ളൂ. ഇന്ത്യയുടെ പരമാധികാരം മറ്റേ നമ്മൾ അടിയറവച്ചിട്ടില്ല. നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളത് മറ്റൊരാളുടെ നിർദ്ദേശാനുസരണമല്ല. അപ്പം അതാണ് പരമാധികാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതാണ് സോവറിൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ഒരു സോവറിൻ രാജ്യമായിരിക്കുന്നു നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞത്. അടുത്തായിട്ട് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരിക്കുന്നു. എന്താണ് സോഷ്യലിസം? റഷ്യയിലാണ് ഈ സോഷ്യലിസത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഉണ്ടായിരുന്നത്. അതിന്റെ അർത്ഥം അവിടുത്തെ ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ട സംരംഭങ്ങളും മേഖലകളെല്ലാം അവിടുത്തെ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് ഉൽപാദനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടുത്തെ സർക്കാരിന്റെ കീഴിലായിരുന്നു. എന്നിട്ട് എങ്ങനെയാണ് ഈ ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്നതിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് എല്ലാവർക്കുമായിട്ട് തുല്യമായിട്ട് വീതിക്കുക. ഇതൊക്കെയാണ് സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഉൽപാദന മേഖലയെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ഉൽപാദന മേഖലയിലൊക്കെ കിട്ടുന്ന പണം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരവ് എല്ലാ ജനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും തുല്യമായിട്ട് തിരിക്കുന്നു. ഇതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് റഷ്യയിലാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ ഉൽപാദന മേഖലയൊക്കെ സർക്കാരിന്റെ കീഴിൽ അല്ലെങ്കിൽ ദേശസാൽക്കരിച്ച് എല്ലാം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ റഷ്യയിലെ ഉൽപാദന മേഖലയൊക്കെ. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. ഇന്ത്യയില് ആദ്യകാലങ്ങളിൽ കുറച്ചുകൂടി സർക്കാരിന്റെ കീഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് തന്നെ സർക്കാരിന്റെ കീഴിൽ ഉണ്ടായിരുന്ന പ്രൈവറ്റ് വ്യക്തികൾക്കും സ്വകാര്യ വ്യക്തികൾക്കും അവരുടെ സ്ഥാപനങ്ങൾ ഉൽപാദന മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ റഷ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിലെ സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക് മേഖല, പൊതുമേഖലയും സ്വകാര്യ വ്യക്തികളുടെ മേഖലയും കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. മിക്സഡ് സാമ്പത്തിക വ്യവസ്ഥയായിരുന്നു ഇന്ത്യയിലെ സോഷ്യലിസത്തിന്റെ ഒരു രൂപം. ഒന്നുകൂടി പറയാം, സോഷ്യലിസം എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉൽപാദന മേഖലയെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഉടമസ്ഥതയിലായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരവ് വരുമാനമൊക്കെ ജനങ്ങളുടെ ഇടയിൽ തുല്യമായി ജീവിക്കുന്ന, അങ്ങനെ ഈക്വൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി, എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു സമൂഹം രൂപപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റഷ്യയിലൊക്കെ ഒരു രീതിയിൽ അതിന്റെ ഒരു പതിപ്പ് നടപ്പാക്കിയിരുന്നു. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലെ സോഷ്യലിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ പൊതുമേഖലയിലും ഉൽപാദനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, സ്വകാര്യ മേഖലയിലും ഉണ്ടായിരുന്നു. അങ്ങനെ പൊതുമേഖലയും സ്വകാര്യ മേഖലയും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു ഇന്ത്യയിലെ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പോലും ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയും. ഇങ്ങനെയുള്ള ഒരു സോഷ്യലിസത്തിന്റെ അർത്ഥം എന്തിനാണ് നമ്മൾ ഈ സോഷ്യലിസം ആഡ് ചെയ്യുന്നത്? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ രാജ്യത്തെ സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഇല്ലാതാക്കുക, ചില സമൂഹത്തിലെ ചില മേഖല വിവേചനങ്ങളും അനീതിയും ഒക്കെ ഇല്ലാതാക്കുക. ഇതിനൊക്കെ വേണ്ടിയാണ് സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു വാക്ക് ഉൾപ്പെടുത്തിയത്. എല്ലാവരും തുല്യരായിട്ടൊക്കെ ഇരിക്കുക എന്നുള്ളതായിട്ട് ലക്ഷ്യത്തില്. പക്ഷെ പിന്നീട് 1991 സാമ്പത്തിക നയങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് എക്കണോമിക്സ് ബന്ധപ്പെടുക. അപ്പം സാമ്പത്തിക നയങ്ങളൊക്കെ ഭാഗമായിട്ട് ഈ സോഷ്യലിസം എന്ന് പറഞ്ഞ ആ ഒരു ആശയത്തിന് ഇന്ത്യ കുറച്ച് തെന്നി മാറുകയുണ്ടായി. എങ്കിൽ പോലും നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഇത് തന്നെയാണ്: പട്ടിണി ഇല്ലാതാക്കുക, ഇവിടുത്തെ വിവേചനങ്ങളും തുല്യ തുല്യ എല്ലാ ജനങ്ങളെയും തുല്യരാക്കുക, അങ്ങനെയുള്ള കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ സോഷ്യലിസം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഉൽപാദന മേഖല എങ്ങനെയാണ്? സർക്കാരിന്റെ കീഴിൽ മാത്രമല്ലായിരുന്നു, സർക്കാരും സ്വകാര്യ വ്യക്തികളും കൂടി ഒരുമിച്ച് മുന്നോട്ട് വന്ന ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ രാജ്യത്തെ സോഷ്യലിസം എന്ന് ഓർത്തിട്ടുള്ളത്. അടുത്ത് സെക്യുലർ എന്ന് പറഞ്ഞാൽ എന്താ? സെക്യുലറാണ് മതേതരത്വം. നമ്മുടെ രാജ്യം ഒരു സോവറിൻ എന്ന് പറഞ്ഞ, നമ്മുടെ രാജ്യം സോവറിനാണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്. സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരത്വം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും ഒരേ പദവിയായിരിക്കും. എല്ലാ മതങ്ങളെയും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഒരേപോലെ ആയിരിക്കും കാണുന്നത്. ഒരു മതത്തിനും നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ട് ഒരു അവകാശമോ സ്ഥാനമോ അങ്ങനെയൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിലാണ് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണെന്ന് പറയുന്നത്.
ഇനി നമ്മുടെ രാജ്യത്ത് സെക്യുലേഴ്സ് അല്ലെ മതേതരത്വ ഈ രീതിയിലാണ്. നമ്മൾ എല്ലാ മതങ്ങൾക്കും പ്രവർത്തിക്കാനും എല്ലാ മതങ്ങൾക്കും മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ എല്ലാ മതത്തെയും നിലനിന്ന് പോകാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ മതങ്ങളെയും നമ്മുടെ രാജ്യം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഉദാഹരണമായിട്ട് ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിലായിരുന്നു മതേതരത്വം എങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് യാതൊരു അവകാശങ്ങളും ഈ മതങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അതായത് മതചിഹ്നങ്ങൾ പഠിപ്പിക്കാൻ അങ്ങനെയുള്ള അവകാശമൊന്നും ഇതിൽ ഫ്രാൻസ് പോലുള്ള യൂറോപ്യൻ രാജ്യത്തിൽ കൊടുത്തിട്ടില്ല. സ്ഥാനം കൊടുത്തിട്ടില്ല. അവരെ ബഹുമാനിക്കുന്നുണ്ട്. അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അവസരം കൊടുത്തിട്ടുണ്ട്. അത് ഏത് മതമായിക്കോട്ടെ അവർക്ക് അവരുടെ മതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വിശ്വസിക്കാനുള്ള ആ ഒരു തുല്യത കൊടുത്തിട്ടുണ്ട്. പക്ഷെ യൂറോപ്പിലെ യൂറോപ്പിലെ മതേതരത്വം എങ്ങനെയാണ്, അല്ലെങ്കിൽ ചില ഈ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലെ മതേതരത്വം എങ്ങനെയാണ്? അവര് ഈ മതങ്ങൾക്കൊന്നും കൂടുതൽ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ പൊതുവായിട്ട് പ്രവർത്തിക്കുക, ചില മതങ്ങൾക്ക് മാത്രം കൂടുതലായിട്ട് പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ചില മതചിഹ്നങ്ങൾ പൊതുവായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ചില മതാചാരങ്ങൾ പബ്ലിക്കായിട്ട് പൊതുവായിട്ടൊക്കെ ചെയ്യുക, ഇങ്ങനെയുള്ളതെല്ലാം ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ വിലക്കുന്നുണ്ട്. ആ ഒരു സ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെന്താണ്, ഇവയ്ക്ക് എല്ലാവർക്കും സ്വന്തം കാര്യത്തിൽ പ്രൊമോട്ട് ചെയ്യാനും പ്രവർത്തിക്കാനുള്ള തുല്യമായിട്ടുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടൊരു മതമോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മതേതരത്വ രാജ്യത്ത് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: എല്ലാ മതത്തിനും അവരുടെ രീതിയിൽ നിലനിന്ന് പോകാനും മുന്നോട്ട് പോകാനുള്ള അവകാശങ്ങൾ, ബഹുമാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് തൽക്കാലം നോക്കാം. ബാക്കിയുള്ള വാക്കുകളെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ അപ്പോൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു, എവിടം വരെ എത്തി, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, PSC പഠനത്തിൽ നിങ്ങൾ എവിടം വരെ എത്തി, എങ്ങനെ എന്താണ് ആ ഒരു രീതിയിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഗൂഗിൾ ഫോം ഇട്ടിരിക്കുന്നത്. പിന്നെ ഏത് രീതിയിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ സാധിക്കും, പേഴ്സണൽ സഹായകമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് അതിട്ടേക്കുന്നത്. അപ്പോൾ അത് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാത്തവർ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാൻ ശ്രമിക്കും.